ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫബൽ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടുവാർഡ്സ് എ 100-fold ഡീൽ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് യൂസ് ചെയ്യണം എന്ന് മനസ്സിലായില്ലേ? ഇനി ഇവിടെ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ്. പുതിയൊരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്തെടുക്കാൻ ഈ സീഡ്സ് യൂസ് ചെയ്താൽ മാത്രമാണോ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. എല്ലാ പ്ലാന്റിലും പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സീഡാണോ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? എല്ലാ പ്ലാന്റ്സിലും നമ്മൾ സീഡ് യൂസ് ചെയ്തിട്ടാണോ പുതിയ പ്ലാന്റ്സിനെ ജെർമിനേറ്റ് ചെയ്തെടുക്കുന്നേ? അല്ല അല്ലേ. സീഡ് യൂസ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മൾ പുതിയ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുന്നില്ലേ? ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി അവിടെ തന്നിട്ടുള്ള ആ പിക്ചർ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. എന്താ അവിടെ കൊടുത്തിരിക്കുന്നേ? ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്സ്? പുതിയ പ്ലാന്റ്സ് സീഡിൽ നിന്ന് മാത്രമാണോ ഉണ്ടാവുക? ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഫ്രം വിച്ച് പാർട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഡു സാപ്ലിങ്സ് ഫോം? താഴെ തന്നിട്ടുള്ള പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നേ? ആ പിക്ചേഴ്സിലൊക്കെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് ഏത് പാർട്ടിൽ നിന്നാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഏത് പ്ലാന്റിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നേ? ഒരു കറി ലീഫ് പ്ലാന്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? കറിവേപ്പിലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിൽ പുതിയ പ്ലാന്റ് ശരിക്കും എവിടെ നിന്നാണ് ഉണ്ടാവുന്നേ? കൊമ്പൊടിച്ചു വെച്ചാൽ പുതിയ പ്ലാന്റ് ഉണ്ടാവുമോ? ഇല്ല. കറി ലീഫിൽ റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏതാ പിക്ചർ? ഒരു ജിഞ്ചർ പ്ലാന്റിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ? ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇഞ്ചി പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചിയുടെ തണ്ട് കൊണ്ട് കുഴിച്ചിട്ട് ഉണ്ടാവുമോ? ഇല്ല അല്ലേ. ഇഞ്ചി പുതിയ ചെടി ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ആ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ആ ഇഞ്ചിയാണ് നടാറ് അല്ലേ? ആ ഇഞ്ചിന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നാണ്. അപ്പോൾ ഇഞ്ചിയിൽ, ജിഞ്ചറിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് പുതിയ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാണുന്ന പിക്ചർ ബ്രയോഫില്ലാണ്. ബ്രയോഫിൽ എന്ന് പറഞ്ഞാൽ ഇലമുളച്ചിയാണ്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പ്ലാന്റ് അങ്ങനെ കാണാറില്ല. ഈ ബ്രയോഫില്ലത്തിൽ ഒരു ഇല പൊട്ടിച്ച് കുഴിച്ചിട്ടാൽ മതി, പുതിയ പ്ലാന്റ് അതിൽ നിന്ന് ഉണ്ടായിക്കോളും. അപ്പോൾ ബ്രയോഫില്ലത്തിൽ പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ലീഫാണ്. ദെൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചർ പെപ്പർ പ്ലാന്റ് ആണ്, കുരുമുളക് വള്ളി അല്ലേ? നമുക്കറിയാം, നമ്മളൊക്കെ പുതിയ കുരുമുളക് ചെടി ഉണ്ടാക്കാൻ എന്താ യൂസ് ചെയ്യാറ്? കുരുമുളക് വിത്താരെങ്കിലും കൊണ്ട് കുഴിച്ചിടാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മളവിടെ എന്താ ചെയ്യുക? സ്റ്റെം കട്ടിംഗ് ആണ് യൂസ് ചെയ്യാറ് അല്ലേ? ഓരോ തണ്ടൊടിച്ച് അതിൽ കൊമ്പുകൾ മുറിച്ച് വെച്ചിട്ടാണ് പെപ്പർ പ്ലാന്റ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്കൊന്നുകൂടെ പറയാം. കറി ലീഫിൽ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നേ? റൂട്ട്. ജിഞ്ചർ പ്ലാന്റിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ബ്രയോഫില്ലം ലീഫ്, പെപ്പർ പ്ലാന്റ് സ്റ്റെം. ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? സീഡിൽ നിന്ന് മാത്രമല്ല പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതല്ലാതെ പ്ലാന്റ്സിൻ്റെ മറ്റു പല പാർട്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലായത്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ന്യൂ പ്ലാന്റ്സ് ആർ ഫോംഡ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുതിയ പ്ലാന്റിൻ്റെ മറ്റു പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്, ലീഫ്, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. സാപ്ലിങ്സ് ക്യാൻ ബി ഫോംഡ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ് ബട്ട് ഓൾസോ ഫ്രം ദീസ് പാർട്സ്. പുതിയ സാപ്ലിങ്സ്, പുതിയ തൈച്ചെടികൾ സീഡിൽ നിന്ന് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഈ മറ്റു പാർട്സുകളായിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ദീസ് പാർട്സ് ആർ ആൾസോ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ പാർട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയാം? സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇത്രയാണ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദി വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഒരു പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇതിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് ഇതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സീഡ്സ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. ആ സീഡ്സ് നിന്നാണ് സീഡ്ലിങ്സ് ഉണ്ടാവുന്നത്, വിത്ത് മുളച്ച് ചെടി ഉണ്ടാവുന്നത്. അപ്പോൾ ആ ചെടി ഉണ്ടാവുന്ന പ്രോസസ്സ് ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. 2 തരത്തിലാണ് പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇതിൽ നിന്ന് പുതിയ സാപ്ലിംഗ്, പുതിയ തൈച്ചെടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ്. അതല്ല, ഒരു സീഡിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും, സീഡ്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുമാണ് പറയാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ പ്ലാന്റ്സിന് എക്സാമ്പിൾസ് കണ്ടെത്തി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ കാര്യം നോക്കാം. അതിലാദ്യം റൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂട്ടിലൂടെ പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് ബ്രെഡ് ഫ്രൂട്ട്. ബ്രെഡ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ കടച്ചക്കയാണ്. കടച്ചക്കയിൽ റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൺ കറി ലീവ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കറിവേപ്പില അല്ലെങ്കിൽ കറി ലീവ്സിൽ റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്യാന്ന്. ദെൻ നെക്സ്റ്റ് നീമാണ്, വേപ്പ്. വേപ്പിലും പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് റൂട്ടിൽ നിന്നാണ്. അടുത്തത് സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ മുരിങ്ങയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മുരിങ്ങയുടെ പുതിയ ചെടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാറാണ് പതിവ്. അപ്പോൾ സ്റ്റെം കട്ടിങ്ങിന് ഫസ്റ്റ് എക്സാമ്പിൾ മുരിങ്ങയാണ്. പിന്നെ ദെൻ നെക്സ്റ്റ് വണ്ണ് റോസ്. നമുക്കൊക്കെ ഫെമിലിയർ ആണ്. റോസിൻ്റെ പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്റ്റെം കട്ടിംഗ് ആണ് യൂസ് ചെയ്യാം. ദെൻ പെപ്പർ. പെപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് പെപ്പറിലും പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഇക്സോറ. ഇക്സോറ എന്ന് പറഞ്ഞാൽ തെച്ചിയാണ്. തെച്ചിയിൽ നമ്മൾ സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ലീഫ് വഴി പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് വൺ ബ്രയോഫിലം. ബ്രയോഫിലം എന്ന് പറഞ്ഞാൽ ഇലമുളച്ചിയാണ്. നമ്മളതിൽ ലീഫാണ് പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബിഗോണിയ. ദെൻ ലാസ്റ്റ് വൺ ഈസ് നിശാഗന്ധി. നിശാഗന്ധി എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് നൈറ്റ്സ് എന്നും പറയുന്നുണ്ട്. രാത്രിയിൽ വിരിയുന്ന നല്ല മണമുള്ള ഒരു വെളുത്ത പൂവാണ്. ആ ചെടിയുടെ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ലീഫാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ ഡയോസ്കോറിയൻ. ഡയോസ്കോറിയ എന്ന് പറഞ്ഞാൽ കാവത്താണ്, കാച്ചിൽ, കാവത്ത് എന്നൊക്കെ പറയും. അതിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് കൊളക്കേഷ്യയാണ്. കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പാണ്. ചേമ്പിലും നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് യൂസ് ചെയ്യാം.
ദെൻ അടുത്തത് ടർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ. നമ്മൾ മഞ്ഞളിൽ യൂസ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ദെൻ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, അതിലും നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ 4 പാർട്സാണ് യൂസ് ചെയ്യുക: റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്. അപ്പോൾ എക്സാമിന് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികളുടെ എക്സാമ്പിൾസ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ 2-3 എക്സാമ്പിൾസ് വീതം ഓരോന്നിലും നോക്കി വയ്ക്കാം. അടുത്ത നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കാര്യം നോക്കാം. നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ സീഡാണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ അവിടെ മുരിങ്ങ കൊടുത്തിട്ടുണ്ട്. മുരിങ്ങ നമുക്ക് സീഡിലൂടെയും പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെം കട്ടിലൂടെയും മുരിങ്ങയിൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ടൊമാറ്റോ ആണ്, തക്കാളി, പയറ്, ദെൻ ചില്ലി. ഇതിലെല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട് പ്ലാന്റ്സിൽ. ആ 2നും കുറച്ച് എക്സാമ്പിൾസും നമ്മളിപ്പോൾ നോക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും എക്സാമ്പിൾസ് പഠിച്ചു, അതുപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും എക്സാമ്പിൾസ് പഠിച്ചു അല്ലേ? ഈ എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്തിരുന്നോ? മുരിങ്ങ 2ലും പെടുന്നുണ്ട്. അതായത് മുരിങ്ങയിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ മുരിങ്ങ യങ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ് ആൻഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിങ്സ്. മുരിങ്ങയിൽ നമുക്ക് സീഡ് യൂസ് ചെയ്തിട്ടും പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റെം കട്ടിങ് യൂസ് ചെയ്തിട്ടും പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്കറിയാം സീഡ് യൂസ് ചെയ്യുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. സ്റ്റെം കട്ടിങ്ങോ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് അല്ലേ? അപ്പം മുരിങ്ങയിൽ 2 രീതിയും പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് കണ്ടെത്താനാണ് പറയുന്നത്. Can you find more examples of plants which can reproduce both through sexual and vegetative propagation? സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ്സിന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ശീമക്കൊന്ന. ദെൻ അടുത്തത് സ്ട്രോബെറിയിൽ ഇതുപോലെ സീഡിലൂടെയും അതുപോലെ സ്റ്റെമ്മിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ദെൻ ഐവി ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവയ്ക്കയാണ്. കോവയ്ക്കയിലും ഇതുപോലെ തന്നെ സീഡ് യൂസ് ചെയ്തിട്ടും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റെം കട്ടിങ്ങും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റെം കട്ടിങ് ആയിരിക്കും കുറച്ചും കൂടെ ഈസി, അതുകൊണ്ടാണ് നമ്മൾ സീഡ് യൂസ് ചെയ്യുന്നത് അത്ര ശ്രദ്ധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലായേ? ചില പ്ലാന്റ്സിൽ 2 രീതിയിലും പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും പറ്റും, സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും പറ്റും. അതിന് കുറച്ച് എക്സാമ്പിൾസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 2-3 എണ്ണം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയായിരുന്നു? ശീമക്കൊന്ന, മുരിങ്ങ, സ്ട്രോബെറി, ഐവി ഗാർഡ്. ഓക്കെ, എന്ന് നമ്മൾ എന്താ പറയുന്നതെന്നറിയോ? സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സെലക്ഷൻ ഓഫ് ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ. അതായത് ക്വാളിറ്റിയുള്ള സീഡ് സെലക്ട് ചെയ്താലേ നല്ല ഈൽഡ് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചൂലേ? ക്വാളിറ്റിയുള്ള സീഡ് സെലക്ട് ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തിനും? ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിനും. നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നല്ല ഈൽഡ് കിട്ടുള്ളൂ അല്ലേ? അതാണ് അവിടെ പറയുന്നത്. കെയർ ഷുഡ് ബി ടേക്കൺ ടു ചൂസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സുപ്പീരിയർ ക്വാളിറ്റി. എപ്പോഴും പ്ലാന്റിംഗ് മെറ്റീരിയൽ എടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന പ്ലാന്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിറ്റിയുടെ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു 2 കുട്ടികളുടെ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം അവരെന്താ പറയുന്നതെന്ന്. ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ദീസ് ചിൽഡ്രൻ. ആദ്യത്തെ ആൾ എന്താ പറയുന്നേ? വൗ, ദ ഗുവ ഈസ് ബിഗ്, ഇറ്റ്സ് റൈപ്പ് ആൾസോ, ക്യാൻ ഐ ഹാവ് ഇറ്റ് സ്റ്റെം കട്ടിംഗ് ഫോർ പ്ലാന്റിംഗ്. ആദ്യത്തെ ആൾ എന്താ ചോദിക്കുന്നേ? അത് വലിയ പേരൊക്കെയാണല്ലോ, എനിക്ക് അതിൻ്റെ ഒരു കൊമ്പ് തരുമോ? പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് അതിൻ്റെ ഒരു സ്റ്റെം കട്ടിങ് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ എന്താ പറയുന്നത്? ഷുവർ, ഐ വിൽ ഗിവ് യു ബോത്ത് ദ സ്റ്റെം കട്ടിങ് ആൻഡ് ദ ഫ്രൂട്ട്. ഞാൻ നിങ്ങൾക്ക് സ്റ്റെം കട്ടിങ്ങും തരാം ഫ്രൂട്ടും തരാം. ബട്ട് ക്യാൻ ദ സ്റ്റെം ഓഫ് ഗുവ പ്ലാന്റ് സ്പ്രൗട്ട്? ചോദിക്കുകയാണ്. ഈ ഗുവ പ്ലാന്റിൻ്റെയൊക്കെ സ്റ്റെമ്മ് മുളയ്ക്കുമോ എന്ന് ചോദിക്കുകയാണ്.
Won't it take years for the seed to grow into a tree and yield fruits? അതുപോലെ തന്നെ ഇപ്പോൾ സീഡ് കുഴിച്ചിടുകയാണെങ്കിൽ അത് ഒരുപാട് വർഷം എടുക്കില്ലേ അത് വളർന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവാൻ ഒരുപാട് വർഷം എടുക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. What can be done to produce saplings that have all the qualities of this guava plant and can bear fruits in a short span? ഇതേ ക്വാളിറ്റി ഉള്ള ഒരു ഗുവ പ്ലാന്റ് ഉണ്ടാക്കുകയും വേണം, പക്ഷേ അത് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും വേണം. അതിനെന്താ ചെയ്യാന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാം? നമുക്ക് വേറൊരു കാര്യം അറിയാം അല്ലേ. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫോം ത്രൂ പോളിനേഷൻ. ഫ്രൂട്ട്സും സീഡും ഒക്കെ പോളിനേഷൻ വഴിയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഡു ദ പ്ലാന്റ്സ് ദസ് ഫോംഡ് possess only the qualities of mother plant? അങ്ങനെയാണെങ്കിൽ ആ ഒരു സീഡ് കുഴിച്ചിട്ട്, ഒരു ഫ്രൂട്ടിൻ്റെ ഒരു സീഡ് കുഴിച്ചിട്ട് പുതിയതായിട്ട് ഉണ്ടാവുന്ന പ്ലാന്റിന് മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റി ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. നമുക്കറിയാമല്ലേ, പോളിനേഷൻ നടക്കുന്ന സമയത്ത് മദർ പ്ലാന്റിലെ പോളൻ ഗ്രെയിൻസ് മാത്രമല്ല വേറെ പല പ്ലാന്റ്സിൻ്റെയും പോളൻ ഗ്രെയിൻസ് വന്ന് വീണ് പോളിനേഷൻ നടക്കാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എപ്പോഴും ആ മദർ പ്ലാന്റിൻ്റെ ഫുൾ ക്വാളിറ്റീസും ഈ സീഡ് മുളച്ചുണ്ടാവുന്ന ചെടിക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇഫ് എ ന്യൂ പ്ലാന്റ് ഈസ് ഫോംഡ് ഫ്രം സ്റ്റെം കട്ടിങ്? പക്ഷേ ഈ സീഡിന് പകരം നമ്മൾ സ്റ്റെം കട്ടിങ് യൂസ് ചെയ്തിട്ടാണ് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നതെങ്കിലോ? വോണ്ട് ഇറ്റ് ഹാവ് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് ദ മദർ പ്ലാന്റ്? അതിന് മദർ പ്ലാന്റിന് അതേ ക്വാളിറ്റീസ് ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ. ഒരു സ്റ്റെം കട്ടിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിന് ആ മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ഷൂ ഫ്ലവർ, ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ അതിൻ്റെയൊക്കെ സ്റ്റെം കട്ടിങ് മുളപ്പിച്ചെടുക്കാൻ അത്ര പ്രയാസമില്ല. പക്ഷേ പേരക്കയുടെ കൊമ്പ് മുളപ്പിച്ചെടുക്കാൻ ഈസിയാണോ? അല്ല അല്ലേ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെം കട്ടിങ്സ് ഓഫ് ഷൂ ഫ്ലവർ, ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ എക്സെട്ര സ്പ്രൗട്ട് ഈസിലി. അതൊക്കെ പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഗുവ ടു സ്പ്രൗട്ട് ഫ്രം എ സ്റ്റെം കട്ടിങ്. ഒരു ഗുവ, ഒരു സ്റ്റെം കട്ടിങ്ങിൽ നിന്നൊരു ഗുവ പ്ലാന്റ് ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വാട്ട് ഇഫ് വി ക്യാൻ ഗ്രോ റൂട്ട്സ് ഫ്രം സ്റ്റെം? പക്ഷേ നമുക്ക് ആ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിലോ? ഇഫ് ഇറ്റ് ക്യാൻ ബി ഡൺ, won't the guava plant grow and bear fruits much earlier? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഗുവ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും, ഒരുപാട് വർഷം കാത്തിരിക്കാണ്ട് ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നോക്കി, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് ക്ലാസ്സിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ചും സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചും പഠിച്ചു. അതിനൊരുപാട് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്ലാസ് ആയിരുന്നു ഇത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.